ഇനി കുഴഞ്ഞു വീണ കണ്ടക്ടറുമായി KSRTC ബസ് ഓടിയത് ആശുപത്രിയിലേക്ക്. ദേശീയപാതയിൽ ആലപ്പുഴ കായംകുളത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. വൈക്കം ഡിപ്പോയിലെ കണ്ടക്ടറാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥ സർവീസിനിടയിൽ തന്നെ ഉണ്ടായത്. അപ്പോൾ ഷെറിൻ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. രഘുനാഥ് നാരായണനാണ് നമ്മുടെ കൂടെ ഉള്ളത്. രഘു, എനിക്ക് തോന്നുന്നു ഈ കുറച്ചടുത്തുള്ള ദിവസങ്ങളിലായിട്ട് രഘു റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ സമാനമായൊരു വാർത്തയായിരിക്കും. കാരണം ഇതിന് തൊട്ട് മുൻപായിട്ട് ഒരു പ്രൈവറ്റ് ബസ്സിലെ ഒരു സംഭവം ഇതേ തത്സമയം റിപ്പോർട്ടിൽ രഘു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കണ്ടക്ടർക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്, സർവീസിനിടയിലാണ്. എന്ത് തന്നെ ആയാലും പെട്ടെന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള ഒരു കാര്യം, അതിന് സഹകരിച്ച ആ യാത്രക്കാരും അവരും ചെയ്ത നല്ലൊരു പ്രവൃത്തിയാണ്. ഇതിപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? അതിനുശേഷമുള്ള സർവീസൊക്കെ എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന് അപസ്മാരം കാര്യമായിട്ട് ഷെറിൻ വൈക്കം ഡിപ്പോയിലെ കണ്ടക്ടറായ ഷെറിൻ അദ്ദേഹം അപസ്മാര രോഗിയാണ്. അദ്ദേഹത്തിന് ഇടയ്ക്ക് ഇങ്ങനെ അപസ്മാരം വരാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഡ്യൂട്ടിക്കിടയിൽ ശിവഗിരിയിൽ നിന്ന് വൈക്കത്തേക്ക് മടങ്ങി വരികയായിരുന്ന KSRTC ബസ് ദേശീയപാതയിൽ KPSC ജംഗ്ഷൻ എടുത്ത് വെച്ചപ്പോഴാണ് ഈ കണ്ടക്ടർക്ക് ഇങ്ങനെ ഒരു കുഴഞ്ഞു വീഴുന്നത് യാത്രക്കാർ കണ്ടത്. യാത്രക്കാർ വേഗത്തിൽ തന്നെ ഡ്രൈവറുടെ ഒരു സഹായത്തോടു കൂടി അവർ വേഗത്തിൽ തന്നെ ഒരു കിലോമീറ്റർ അടുത്ത് തന്നെയാണ് കായംകുളം സർക്കാർ ആശുപത്രി ഉള്ളത്. അവിടേക്ക് ആ ബസ് കൊണ്ടുവന്ന് നിർത്തുകയാണ്. പിന്നീട് ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ബസ്സിനകത്തേക്ക് കയറാൻ പറ്റില്ല, കാരണം ഒരു ആർച്ച് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് തൊട്ടടുത്തുണ്ടായിരുന്ന ആംബുലൻസിൽ ഈ രോഗിയെ ഷെറിനെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പൂജ പറഞ്ഞതുപോലെ തന്നെ അടുത്തിടയ്ക്ക് നമ്മൾ തോട്ടപ്പള്ളിയിൽ നിന്ന് ഒരു സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരനെ അവിടെ നിന്ന് 20 കിലോമീറ്റർ ഇപ്പുറമുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഒരു നന്മയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ സഹജീവി സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള സംഭവം എന്നൊക്കെ പറയുന്നത്. കാരണം പൊതുവേ നമ്മളുടെ കൂടെ നമ്മൾ പലപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുന്ന അടുത്തിരിക്കുന്ന ആളുകളോട് പോലും സംസാരിക്കാതെ മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്ന കാലത്താണ് ഇത്തരത്തിൽ സഹയാത്രികർക്കും അല്ലെങ്കിൽ ഒപ്പം യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുകളും അവശതയും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ എല്ലാം ആ ബസ്സിൽ പല ഇടങ്ങളിലേക്ക്, പല യാത്രയ്ക്ക്, പല ആവശ്യങ്ങൾക്ക്, പല മാനസികാവസ്ഥയിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും, പല ദുഃഖങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന യാത്രക്കാരൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്ക് കണ്ടക്ടറെ ബസ്സിൽ നിന്ന് ഇറക്കുന്നത് കാണാം. അത് അദ്ദേഹത്തെ ഇറക്കാൻ വേണ്ടി ആളുകളുടെ ഒരു തിരക്കാണ്. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് മനുഷ്യരുടെ നന്മയും സഹവർത്തിത്വവും ഒക്കെ ലോകത്തിന് നൽകുന്ന സന്ദേശം വലുതാണ്. ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ഇത്തരത്തിലുള്ളൊരു സഹജീവി. തീർച്ചയായും അത് തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഇടയ്ക്കായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, എന്നെ കൊണ്ട് വയ്യാന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കുന്നവരല്ലല്ലോ, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒത്തുകൂടുന്നവരാണല്ലോ എന്ന് തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പലരും യാത്രക്കിടയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായാലും ആ ഒരു മൈൻഡ് തന്നെ ആയിരിക്കണം. സഹായിക്കുക, അത് മാത്രമാണ് പറയാനുള്ളത്. ഒരു ജീവനല്ലേ.